ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ബൈക്കായിട്ടുള്ള ബജാജിൻ്റെ ഫ്രീഡം 125 ആണ്. ഇൻഫാക്റ്റ് നിങ്ങൾക്കിപ്പോൾ കണ്ടാലറിയാം ഞാൻ ആ ബൈക്കല്ല ഓടിക്കുന്നത്. അതിപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ആർക്കും ഓടിക്കാൻ കിട്ടിയിട്ടില്ല. ആസ് ഓഫ് നൗ നോർത്ത് ഇന്ത്യയിൽ മാത്രമാണ് റിവ്യൂവേഴ്സിന് അതിപ്പോൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വണ്ടി വരാൻ ഇത്രയും കൂടെ സമയമെടുക്കുമെന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ആ വണ്ടീനെ കുറിച്ചുള്ള ബേസിക് ഡീറ്റെയിൽസും പിന്നെ പ്രീ ബുക്കിംഗ് ചെയ്യണോ എന്നുള്ളതിനെ കുറിച്ചിട്ടുമാണ്. അപ്പം വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി ഇതൊരു ഹൈബ്രിഡ് വണ്ടിയാണ്. ഒരുപാട് പേര് ആക്ച്വലി പറയുന്നത് CNG ബൈക്ക് എന്നാണ്. അത് CNG മാത്രമല്ല, അതിൻ്റെ ഒരു ഫസ്റ്റ് പോയിന്റ് എന്നുള്ളത് അതിന് സ്വിച്ചബിൾ പെട്രോൾ ആൻഡ് CNG മോഡുണ്ട്. അതായത് നമുക്ക് രണ്ടും യൂസ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്നൊരു ബൈക്കാണ്. ലോകത്തെ തന്നെ ആദ്യത്തെ CNG ബൈക്കാണ്, ലോകത്തെ തന്നെ ആദ്യത്തെ ഹൈബ്രിഡ് ബൈക്കുമാണത്. പിന്നെ ഇതിൻ്റെ വേറൊരു വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് CNG ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 kg ആണ്. അത് kg-യിലാണ് പറയാറ്. അപ്പം 1 kg CNG വെച്ചിട്ട് ആ ബൈക്ക് 102 കിലോമീറ്റർ ഓടുന്നതാണ് പറയുന്നത്. അപ്പോൾ തന്നെ 204 കിലോമീറ്റർ 2 kg CNG തന്നെ ഈ വണ്ടി ഓടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ബൈക്കിന് ഒരു ഫ്യൂൽ ടാങ്കും ഉണ്ട്. അതായത് പെട്രോൾ ഒഴിച്ച് ഓടുന്ന ഒരു ടാങ്ക് കൂടെ ഉണ്ട്. ആ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 liters ആണ്. അതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് നോർമൽ പെട്രോൾ ഉപയോഗിച്ച് സ്വിച്ച് ചെയ്ത് ഓടിക്കുന്ന സമയത്ത് നമുക്ക് അതിന് 65 കിലോമീറ്ററാണ് അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതായത് ഓൾമോസ്റ്റ് 300+ കിലോമീറ്റേഴ്സാണ് ഇതിൻ്റെ ടാങ്ക് റേഞ്ച് എന്ന് പറയുന്നത് വണ്ടിയുടെ. അപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് സ്വിച്ച് ചെയ്യാം. നമുക്ക് വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഫ്യൂൽ മോഡിലിട്ട് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ CNG മോഡിലിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനുള്ളൊരു ടോഗിൾ സ്വിച്ച് അതിനകത്ത് ബജാജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു ഹോണ്ട ഗ്രോം എന്നൊക്കെ പറയുന്ന ഒരു ബൈക്കുണ്ട്. അതായത് നമ്മുടെ ഹോണ്ട നവി എന്ന് പറയുന്ന ബൈക്കുണ്ട് ഇന്ത്യയിൽ. അതിൻ്റെ കുറച്ചുകൂടെ ഒരു ബിഗർ വേർഷൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഹോണ്ട ഗ്രോം എന്നുള്ളത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള. അതിനോടൊക്കെ സാദൃശ്യമുള്ള ഭയങ്കര ലുക്കുള്ളൊരു ബൈക്ക് തന്നെയാണ്. പിന്നെ ഈ ബൈക്കിൻ്റെ എല്ലാം തന്നെ ഇമേജസും കാര്യങ്ങളൊക്കെ നമുക്ക് പൂനെയിൽ നിന്ന് ഡയറക്റ്റ്ലി എത്തിച്ചു തന്നത് നമ്മുടെ കൊച്ചി മച്ചാനാണ്. അപ്പോൾ കൊച്ചി മച്ചാന് വലിയൊരു താങ്ക്സ് ഉണ്ട്. അപ്പം ഇതൊരു ഹോണ്ട ഗ്രോം ഫോം ഫാക്ടറിൽ വരുന്നൊരു ബൈക്കാണ്. അത് മാത്രമല്ല, ഇതിന് പിന്നെ ഒരു എൻഡ്യൂറോ പോലത്തെ ഒരു സീറ്റാണ് കാണുന്നത്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ CNG ടാങ്ക് ഇരിക്കുന്നത് നമ്മുടെ സീറ്റിനടിയിൽ തന്നെയാണ്. വളരെ നല്ലൊരു പ്ലേസ്മെൻ്റ് ആണ്. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അതല്ലെങ്കിൽ വേറെ എവിടെ കൊടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ ഒരു ടാങ്ക് വയ്ക്കുമ്പം അത് കറക്റ്റായിട്ടുള്ള സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പം ടാങ്ക് വളരെ സേഫായിട്ടാണ് വെച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് ബജാജിൻ്റെ വാദം. അത് കാണിക്കാൻ വേണ്ടി ബജാജ് ആക്ച്വലി ഈ ഫ്രീഡം 125ൻ്റെ മുകളിൽ കൂടെ ഒരു ട്രക്ക് ഓടിച്ച് കയറ്റുന്ന ഒരു സീനൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയെ കംപ്ലീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രെലിസ് ഫ്രെയിം കൊടുത്തിരിക്കുന്നത്. ട്രെലിസ് ഫ്രെയിമൊക്കെ സാധാരണ കുറച്ചുകൂടെ ഹയർ ഗ്രേഡ് ബൈക്സിലാണ് വരുന്നത്. അപ്പോൾ വീണ്ടും ആദ്യമായിട്ടാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ട്രെലിസ് ഫ്രെയിം കിട്ടുന്നൊരു വണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്നൊരു സമയത്ത് സേഫ്റ്റിയൊക്കെ അത്യാവശ്യമുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതായത് ഏത് ഭാഗത്തുനിന്നും ഒരു വണ്ടി വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം എക്സ്പ്ലോഡ് ചെയ്യരുതല്ലോ. അതാണ് ഈ സാധനം എക്സ്പ്ലോഡ് ചെയ്യുക മാത്രമല്ല, ആദ്യം ലീക്ക് ഉണ്ടാവരുത്. ലീക്കിന് ശേഷമാണ് ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാവുക. പിന്നെ അത് മാത്രമല്ല, ഈ വണ്ടിക്ക് 3 വേരിയൻസ് ആണുള്ളത്. അപ്പം സംഭവം ഹെഡ്ലൈറ്റൊക്കെ LED ആണ് വരുന്നത്. അതിനും പിന്നെ ഡിസ്ക് ബ്രേക്കിനെയും ബേസ് ചെയ്തിട്ടാണ് 3 വേരിയൻറ്റ് വരുന്നത്. ശരിക്കും ഇത് പ്രൊഡക്റ്റൈസ് ചെയ്തിരിക്കുന്നത് 95K ആണ് ഈ വണ്ടി ഇറങ്ങുന്നതെന്നാണ്. വണ്ടി ആക്ച്വലി LED ഹെഡ്ലൈറ്റ് ഉള്ള ഫ്രണ്ടിൽ ഡിസ്ക് ഉള്ള വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് 1 lakh ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഇനി LED ലൈറ്റ് ഉണ്ട്, ഫ്രണ്ടിൽ ഡ്രം ബ്രേക്സ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് 1 lakh സംതിങ് ആണ് വരുന്നത്. ഇനി ഈ LED ലൈറ്റും ഇല്ല, അതായത് നോർമൽ ഹാലജൻ ലൈറ്റാണ്. പിന്നെ ഫ്രണ്ടിൽ നോർമൽ ബ്രേക്സും ആണെങ്കിലാണ് നമ്മൾ ഈ പറയുന്ന 95K എക്സ്-ഷോറൂം വരുന്നത്. അപ്പോൾ ഒരു 125cc ബൈക്കിന് ആക്ച്വലി ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, അത് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇതിൻ്റെ ഫ്യൂൽ എക്കണോമിയാണ് ഏറ്റവും അടിപൊളിയാവാൻ പോകുന്നത്. അതായത് CNGൻ്റെ പ്രൈസസ് കൂടിയിട്ടില്ലെങ്കിൽ ഈ ഒരു വണ്ടി അടിപൊളിയായിട്ട് ഓടാൻ പോവാണ്. അത് മാത്രമല്ല, ഇത് ഇലക്ട്രിക് ബൈക്സിനൊക്കെ വലിയൊരു അടിയാവാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ശരിക്കും അത് ചെറുതായിട്ടൊന്ന് വേണം എന്നൊക്കെ ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു കാരണവുമില്ലാതെയാണ് നമ്മുടെ ഇലക്ട്രിക് ബൈക്കിൻ്റെയൊക്കെ വിലകൾ, അതായത് ഓൺ റോഡ് കോസ്റ്റ് സബ്സിഡി ഒന്നുമില്ലാതെ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്നൊരു സമയത്ത് ഇലക്ട്രിക്കിന് ശരിക്കും ഒരു കോമ്പറ്റീഷനായിട്ട് വരുന്നൊരു ബൈക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം, ഇലക്ട്രിക് സ്കൂട്ടേഴ്സിനായിരിക്കും കൂടുതലും ഇത് റീപ്ലേസ് ചെയ്യാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പവർ ഫിഗേഴ്സൊക്കെ നോക്കുന്ന ഒരു സമയത്ത് അത്രത്തോളം പവറുള്ള വണ്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാം sub 10 bhp, sub 10 Nm ടോർക്ക് അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പവർ ഓറിയൻറ്റഡ് ആയിട്ടല്ല. അതിപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ CNG ഓട്ടോയിലും നോർമൽ ഓട്ടോയിലും കയറി ഇരുന്ന് പോകുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. അതായത് CNG ഓട്ടോ ഒന്ന് സ്ലോ ആയിട്ടാണ് അവിടെ ആ ഒരു ആക്സിലറേഷൻ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇത് പ്യുവർലി ഫ്യൂൽ എക്കണോമിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൊരു വണ്ടിയാണ്. ഇതിൻ്റെ വലിയ വേരിയൻസൊക്കെ വരട്ടെ എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വണ്ടികളെ അപ്പോൾ റീപ്ലേസ് ചെയ്യാൻ പാകത്തിനുള്ള CNG എക്യുപ്ഡ് ആയിട്ടുള്ളൊരു വണ്ടി വരും. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ഫോം ഫാക്ടർ നോക്കുന്നൊരു സമയത്ത്, അതായത് ഇതിൻ്റെ വെയിറ്റും ഹൈറ്റൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ച് ടോളറായിട്ടുള്ള ബൈക്കാണ്, കുറച്ച് ഹെവിയർ ആണ്. അതായത് ഈ കാറ്റഗറി ബൈക്കുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ക്ലോസ് ടു 150 kg വരുന്നുണ്ട്. സാധാരണ ഈ കാറ്റഗറിയിലെ ബൈക്കുകളൊന്നും തന്നെ വരാറില്ല. പിന്നെ സ്കൂട്ടേഴ്സ് എല്ലാം തന്നെ 120 to 130 kg മാക്സ് അത്രേ വരുള്ളൂ.
ചില സ്കൂട്ടേഴ്സൊക്കെ 110 kg തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുന്നൊരു സമയത്ത് ഇത് കുറച്ചുകൂടെ ഹെവിയർ ആയിട്ടുള്ളൊരു ബൈക്കാണ്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ നമുക്ക് ഓടിക്കാൻ ബജാജ് വണ്ടി ബാംഗ്ലൂർ തരുന്ന സമയത്ത് നമ്മൾ ചെയ്തതാണ്. ആസ് പെൻഷൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് പ്രീ ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, പിന്നെ ഈ വണ്ടിയെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രീ ബുക്ക് ചെയ്യാനാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു ഇലക്ട്രിക് ബൈക്കിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരാളാണ്, അതായത് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരാളാണ്, അതല്ല ഏറ്റവും നല്ല മൈലേജ് കൂടിയ വണ്ടി ഏതാ എന്ന് നോക്കി നിൽക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ദിസ് ഈസ് ഗോയിങ് ടു മേക്ക് യു ഹാപ്പി. പിന്നെ ഫൈനലി നിങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പൊട്ടിത്തെറിക്കുമോ എന്നുള്ളത്. അതിപ്പോൾ എനിക്കും പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മറ്റ് പൊട്ടിത്തെറിക്കുന്ന പ്രമുഖ ഇലക്ട്രിക് വണ്ടികളൊക്കെ വാങ്ങാനുള്ളൊരു ധൈര്യം ഉണ്ടെങ്കിൽ ഈ വണ്ടി എന്തായാലും വാങ്ങാം. അതിൽ വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഹോപ്പ്ഫുള്ളി ബജാജ് വണ്ടി നമുക്ക് വേഗം ബാംഗ്ലൂർ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ അതിൻ്റെ മുകളിൽ ഞാൻ ചെയ്യുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.